മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയെന്ന വാദം രാഹുൽ ഗാന്ധി വീണ്ടും ആരോപിക്കുമ്പോൾ ആ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു നീക്കമാണ് ബോംബെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഹൈക്കോടതി. ഇത് പ്രതിപക്ഷത്തിന്റെ വിജയമാണ്, രാഹുൽ ഗാന്ധിയുടെ വിജയമാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടക്കം ഒരു പരാതിയായി ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ ചെറുമകൻ പ്രകാശ് അംബേദ്കർ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റിസുമാരായ അജയ് ഗഡ്കരി, കമൽ ഘാട്ട എന്നിവരുടെ ബെഞ്ചാണ് രണ്ടാഴ്ചക്കകം മറുപടി നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോടും അതുപോലെ കമ്മീഷനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് 6-ന് ശേഷം 76 ലക്ഷത്തോളം പേർ വോട്ട് ചെയ്തെന്നാണ് കണക്ക്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഉയർത്തിയ ചോദ്യം. വോട്ടിംഗ് അവസാനിക്കുന്ന 6-ന് ശേഷം വോട്ടർമാർ ക്യൂവിലുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകണമെന്നും മുഴുവൻ നടപടികളും വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നതാണ് ചട്ടം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് കോടതിയിൽ ഹർജി നൽകിയത്. മാത്രമല്ല, വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെ നിരവധി ക്രമക്കേടുകൾ നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. അത് വെറും ആരോപണം മാത്രമല്ല, അത് യാഥാർത്ഥ്യമായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന ചില തെളിവുകളും രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നുണ്ട്. 5 മാസത്തിനിടെ 70 ലക്ഷം പുതിയ വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ ചേർത്തത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഒരൊറ്റ കെട്ടിടത്തിൽ നിന്ന് മാത്രം 7000-ഓളം വോട്ടർമാരെ പുതുതായി ചേർത്തു. പുതിയ വോട്ടർമാരെയെല്ലാം ചേർത്തത് BJP ജയിച്ച മണ്ഡലങ്ങളിലാണ് എന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റകൾ പുറത്തു വരണമെന്നതാണ് രാഹുലിന്റെ വാദം. ഹിമാചൽ പ്രദേശിലെ വോട്ടർമാരെ അടക്കം മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണവും രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഷിർദിയിലെ ഒരു കെട്ടിടത്തിൽ 7000-ലധികം വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംശയാസ്പദമായ സംഭവവും രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. ഈ പൊരുത്തക്കേടുകളുടെ നേട്ടം BJPക്കാണ് ഉണ്ടായിരിക്കുന്നത്. പുതുതായി കണ്ടെത്തിയ വോട്ടർമാർ കൂടുതലും BJP സുരക്ഷിതമാക്കിയ മണ്ഡലങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കോൺഗ്രസും അതുപോലെ മറ്റു പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടുവെങ്കിലും അത് പരസ്യപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചു എന്നതാണ് രാഹുലിന്റെ ആരോപണം. ഏതായാലും ബോംബെ ഹൈക്കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെവിക്ക് പിടിച്ചിരിക്കുകയാണ്. 2 ആഴ്ചക്കകം കൃത്യമായ വിശദീകരണം നൽകാൻ സാധിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന കാര്യത്തിൽ തർക്കമില്ല.